ഇന്റർനെറ്റ് കരഞ്ഞു തളരുകയാണ്. സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുകയാണ്. സീബ്രയും കുഞ്ഞും അമ്മ തന്നെയാണ്. ഒരമ്മയുടെ സ്നേഹത്തിനും കരുതലിനും ത്യാഗങ്ങൾക്കും പകരമായി ഒന്നും നൽകാൻ നമുക്ക് കഴിയില്ല. അമ്മ എന്നത് വെറുമൊരു വാക്കല്ല, അതൊരു വികാരമാണ്. സ്വന്തം സുരക്ഷ നോക്കാതെ കുഞ്ഞിനു വേണ്ടി പോരാടുന്ന ഈ അമ്മയുടെ സ്നേഹം കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്നു. അമ്മയ്ക്ക് പകരം വെക്കാൻ ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. അമ്മയോളം വരില്ല മറ്റൊന്നും. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും കുഞ്ഞിനെ സംരക്ഷിക്കുന്ന അമ്മ മനസ്സ് അത്ഭുതം തന്നെ. അതെ, അമ്മ തന്നെയാണ്. വിശന്നു തളർന്ന് കാഴ്ച മങ്ങുന്ന അവസ്ഥയിലുള്ള തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിയാതെ വെറും കൈയോടെ തിരിച്ചു പോകേണ്ടി വരുന്ന ആ സിംഹിനിയുടെ വേദന. വെറും കൈയോടെ തിരികെ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഞാനെങ്ങനെ നോക്കും? അവരെ എങ്ങനെ ആശ്വസിപ്പിക്കും? ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞത് തന്നെ പറഞ്ഞാൽ അമ്മ എന്ന വാക്ക് വെറുമൊരു കപടവേഷമായി മാറില്ലേ? കുഞ്ഞുങ്ങളുടെ വയറു നിറയ്ക്കാൻ കഴിയാത്ത ഈ കരുത്തിന് എന്ത് അർത്ഥമാണുള്ളത്? തോറ്റുപോയ എന്റെ മാതൃത്വം ഒരു ശാപമല്ലേ എന്ന് ചിന്തിച്ചു വരുന്ന സിംഹിനിയുടെ പെറ്റ വയറിന്റെ നോവ് ആരും അറിയുന്നില്ല. എന്താല്ലേ മനുഷ്യന്റെ കപടമുഖം? ഇത്രയും പുല്ലും പച്ചപ്പുള്ള മരങ്ങളുണ്ടായിട്ടും എത്രയോ വലിയ ആനവരെ അത് തിന്നിട്ടും സിംഹത്തിന് മാത്രം പുല്ലു തിന്നാൻ കഴിയില്ലത്രേ. മനുഷ്യൻ കൽപ്പിക്കുന്നു പ്രപഞ്ചത്തിൽ ആരൊക്കെ എങ്ങനെ ജീവിക്കണം, എന്ത് തിന്നണം, എന്തുടുക്കണമെന്ന്. ആരാണ് മാതാവ്? ആരുടെയാണ് മാതൃഹൃദയം? അതേ, അതിന്റെ അതിജീവനമാണ് വേട്ട. പ്രകൃതിയുടെ കൽപ്പനയാണ്. അല്ലെങ്കിൽ അതിന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്നു മരിക്കും. എന്നിട്ടും നമ്മൾ ഇരക്ക് ഒപ്പം, പക്ഷേ ജീവിതത്തിൽ വേട്ടക്കാരനൊപ്പം. വൈകാരികമായ ഇരട്ടത്താപ്പ്. ആ സീബ്രയുടെ മാതൃഹൃദയത്തെ ഞാൻ എന്ത് വിളിക്കണം എന്ന് പോലും ചോദിച്ചു പൊട്ടിക്കരയുന്നു ഒരു പ്രകൃതി സ്നേഹി. എന്നെ പോലെ തന്നെ എല്ലാവരും പുല്ല് വെജിറ്റബിൾ തിന്നൂടെ, എന്നിട്ടൊരു ഉപദേശവും. മാംസം കഴിച്ചാൽ ആയുസുണ്ടാകില്ലത്രേ. വേട്ട എന്ന വാക്ക് പ്രകൃതിയിലെ അതിജീവനത്തിനും മനുഷ്യന്റെ ക്രൂരതയ്ക്കും ഒരേപോലെ ഉപയോഗിക്കുമ്പോൾ അവിടെ വലിയൊരു അർത്ഥവ്യത്യാസം മറയ്ക്കപ്പെടുന്നുണ്ട്. ജീവോ ജീവസ്യ ജീവനം. സിംഹത്തിന് ഇരയെ വേട്ടയാടുക എന്നത് പ്രകൃതി ആ ജീവിക്ക് നൽകിയിട്ടുള്ള കടമയും അവകാശവുമാണ്. അതിനെ കൊലപാതകം എന്ന് വിളിക്കാൻ കഴിയില്ല. മനുഷ്യൻ വിനോദത്തിനും വികാരത്തിനും വേണ്ടി വേട്ടയാടുന്നു. പ്രകൃതിദത്തമായ വിശപ്പിനെയും മനുഷ്യന്റെ വികൃതമായ മനസ്സിനെയും ഒരേ ഗണത്തിൽ പെടുത്തുന്നത് പ്രകൃതിയോടുള്ള അനീതി തന്നെയാണ്. മനുഷ്യന്റെ ക്രൂരതയെ പ്രകൃതിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള പ്രവണത പുരാതന കാലം മുതലുണ്ട്.